ഹായ് ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. ഈ ചെക്ക് പോസ്റ്റിലെ നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ചെക്ക് പോസ്റ്റ് ടാക്സ് അല്ലെങ്കിൽ അവിടെ നിന്നുള്ള പെർമിറ്റ് അതെല്ലാം ലഭിക്കുന്നത് ഓൺലൈനിലാക്കി മാറ്റിയിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം യാത്രാ വാഹനങ്ങളുടെ ഈ പെർമിറ്റും ടാക്സും അത് സംബന്ധിച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോ ചരക്ക് വാഹനങ്ങൾ ഈ ചെക്ക് പോസ്റ്റിൽ കൂടി കടന്നു പോകുമ്പോൾ അങ്ങോട്ടേക്കുള്ള പെർമിറ്റ് ടാക്സ് അത് എങ്ങനെ ഓൺലൈൻ വഴി അടയ്ക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ടുള്ളത്, ഈ ചരക്ക് വാഹനങ്ങളിൽ 3000 കിലോഗ്രാമിൽ താഴെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ഉള്ള വാഹനങ്ങൾക്ക് പെർമിറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിന് ടാക്സ് മാത്രം അടച്ചാൽ മതിയാകും. ഇപ്പോൾ നാഷണൽ പെർമിറ്റ് അല്ലാത്ത കേരളത്തിൽ മാത്രം ഓൾ ഫിറ്റ് റോഡ്സ് ഇൻ കേരള സ്റ്റേറ്റ് എന്ന് എഴുതിയിട്ടുള്ള പെർമിറ്റുള്ള ചരക്ക് വാഹനങ്ങൾക്ക് ഇപ്പോൾ തമിഴ്നാട്ടിലേക്കോ അല്ലെങ്കിൽ കർണാടകത്തിലേക്കോ ഏതെങ്കിലും ഒരു ട്രിപ്പ് എടുക്കാനായിട്ട് പോകേണ്ട ഒരു ആവശ്യം വരുമ്പോൾ അവർക്ക് ചെക്ക് പോസ്റ്റുകളിൽ പോയി അവിടെ നിന്ന് പെർമിറ്റും ടാക്സും അടച്ചതിന് ശേഷം മാത്രമാണ് പോകാനായിട്ട് സാധിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ അതും നമുക്ക് ഓൺലൈൻ വഴി അടയ്ക്കാനായിട്ട് സാധിക്കും. പെർമിറ്റും ടാക്സും ഒരുമിച്ച് നമുക്ക് ഇതിൻ്റെ ഫീസും ടാക്സും അടച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ആ ഓൺലൈൻ പ്രോസസ്സാണ് ഇതിൽ കൂടി വിശദീകരിക്കുന്നത്. ഇത് 7 ദിവസത്തേക്കുള്ള ടെമ്പററി പെർമിറ്റ് എടുക്കാം, അല്ലെങ്കിൽ 30 ദിവസത്തേക്കുള്ള ടെമ്പററി പെർമിറ്റ് എടുക്കാം, ഇല്ലെങ്കിൽ ക്വാർട്ടർലി ആയിട്ട് നിങ്ങൾക്ക് ടെമ്പററി പെർമിറ്റ് എടുക്കാനായിട്ട് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാനായിട്ട് മറക്കാതിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇത് മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു സന്മനസ് കാണിക്കുക. അപ്പോൾ ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം മോട്ടോർ വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും അത് പുതിയ സംവിധാനങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അറിയിപ്പുകൾ വരുമ്പോൾ ഈ ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റ് എന്ന ചാനലിൽ കൂടി ഞാൻ അത് കൃത്യമായ രീതിയിൽ വസ്തുനിഷ്ഠമായിട്ടുള്ള വിവരങ്ങൾ അതിൻ്റെ രേഖകൾ സഹിതം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചാനൽ ഇനിയും മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്.